സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ല കുതിപ്പ് തുടരുകയാണ്. 15 സ്വർണം ഉൾപ്പെടെ 124 പോയിന്റായി. സീനിയർ ആൺകുട്ടികളുടെ ഹേർഡിൽസിൽ വിജയ് കൃഷ്ണൻ മീറ്റ് റെക്കോർഡ് സ്വന്തമാക്കി. അത്ലറ്റിക്സിലെ പാലക്കാടൻ കോട്ട പൊളിയുമെന്ന സൂചനയാണ് മൂന്നാം ദിവസവും ട്രാക്കിൽ നിന്നും ലഭിക്കുന്നത്. സ്വർണവേട്ടയിൽ മലപ്പുറം തന്നെ മുന്നിൽ. അത്ലറ്റിക്സിന്റെ മൂന്നാം ദിനം നടന്ന 18 ഫൈനലുകളിൽ 7 സ്വർണം മലപ്പുറത്തെ കുട്ടികൾക്ക്. 15 സ്വർണവും 12 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ മലപ്പുറത്തിനാകെ 124 പോയിന്റ്. നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 10 സ്വർണം ഉൾപ്പെടെ 76 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ്. സീനിയർ ഗേൾസിന്റെ ഹഡിൽസിലും ജൂനിയർ ഗേൾസിന്റെ ഹൈ ജമ്പിലും മലപ്പുറത്തിന്റെ സമഗ്രാധിപത്യം. ഞങ്ങളുടെ ആര് ഗോൾഡ് വന്നാലും അത് ഒരാൾക്ക് കിട്ടിയോല, അതുകൊണ്ട് ആർക്ക് വന്നാലും നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഏക മീറ്റ് റെക്കോർഡ് തൃശ്ശൂരിന്റെ വിജയ് കൃഷ്ണന് സ്വന്തം. സീനിയർ ആൺകുട്ടികളുടെ ഹഡിൽസിലാണ് വിജയ് കൃഷ്ണന്റെ സുവർണ നേട്ടം. ത്രോ ഇനങ്ങളിൽ വീണ്ടും കാസർഗോഡൻ കരുത്ത്. സീനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ ഹെനിൻ എലിസബത്തും ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ പാർവണ സതീഷും സ്വർണം നേടി. ഇരുവരും കാസർഗോഡ് KC ത്രോസിലെ താരങ്ങളാണ്. ഇരട്ടിയോളം പോയിന്റ് ലീഡുമായി തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു. അത്ലറ്റിക്സിൽ മലപ്പുറം കുതിപ്പ് തുടരുമോ അതോ പാലക്കാടിൻ്റെ തിരിച്ചുവരവോ? നാളത്തെ 100 മീറ്റർ റിലേ അടക്കമുള്ള 30 ഫൈനലുകൾ തീരുമ്പോൾ അതിന് ഉത്തരമാകും. കൊച്ചി മഹാരാജാസ് സ്റ്റേഡിയത്തിൽ നിന്ന് ടീം 24.